രാഹുലിന്റെ കണ്ണൂരിലെ പരിപാടികളിലും കോൺഗ്രസ് ലീഗ് കൊടികൾക്ക് വിലക്ക്. പച്ചക്കൊടി വീശിയ ലീഗ് പ്രവർത്തകനെ കോൺഗ്രസുകാർ തിരിച്ചയച്ചു. പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് കണ്ണൂരിലും രാഹുലിന് മൗനം. വിശദാംശങ്ങളുമായി സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, വയനാട്ടിലെ കാഴ്ച എന്താണ് നമ്മൾ കണ്ടതായിരുന്നു. സംഘപരിവാറിനെ പേടിച്ച് ഇത്തരത്തിൽ കൊടികൾ ഉയർത്താൻ കോൺഗ്രസ് തയ്യാറാകാത്ത സാഹചര്യം, സമാനമായ സാഹചര്യം വീണ്ടും ഉണ്ടാകുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ആതിര, കണ്ണൂരിലെ രാഹുൽ ഗാന്ധി പങ്കെടുത്ത റാലിയിലും ലീഗിന് വലിയ അപമാനമാണ് നേരിട്ടത്. ഈ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗാലറിയിലിരുന്ന് മുസ്ലിം ലീഗിൻ്റെ കൊടി ഉയർത്തി വീശിയ ലീഗ് പ്രവർത്തകരെ അവിടെ നിന്നും ഇറക്കി വിടുകയായിരുന്നു. ഗാലറിയിൽ നിന്നും അദ്ദേഹത്തെ തിരിച്ചയക്കുകയായിരുന്നു. ഈ രീതിയിലുള്ള ആദ്യം പച്ചക്കൊടി വീശുകയും ഉടൻ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ എത്തി ഇയാളെ തിരിച്ചയക്കുകയും ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കൈരളി ന്യൂസിന് ലഭിച്ചത്. രാഹുൽ ഗാന്ധി കണ്ണൂർ സ്റ്റേഡിയത്തിൽ, ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഗാലറിയിലിരുന്ന മുസ്ലിം ലീഗ് പ്രവർത്തകൻ മുസ്ലിം ലീഗിൻ്റെ പച്ചക്കൊടി ഉയർത്തിക്കാട്ടുകയും കൊടി വീശുകയും ചെയ്തത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ ഇടപെട്ട് ഈ കൊടിയിൽ മടക്കി വെക്കാനും അതും കൊണ്ട് ഗാലറിക്ക് പുറത്തു പോകാനും ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെ ഈ ലീഗ് പ്രവർത്തകൻ ഈ ലീഗിൻ്റെ കൊടിയുമായി അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൈരളി ന്യൂസിന് ലഭിച്ചിട്ടുണ്ട്. നേരത്തെയും വയനാട്ടിൽ ഉൾപ്പെടെ രാഹുൽ ഗാന്ധി നടത്തിയ റാലിയിലും ഈ ഒരു മുസ്ലിം ലീഗിൻ്റെ കൊടിക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. മുസ്ലിം ലീഗിൻ്റെ കൊടിക്ക് വിലക്ക് ഏർപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ അതുമാത്രം വിവാദമാകാതിരിക്കാൻ കോൺഗ്രസിൻ്റെ കൊടികൾക്കെല്ലാം തന്നെ വിലക്ക് ഏർപ്പെടുത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. സമാനമായ സാഹചര്യം തന്നെയായിരുന്നു കണ്ണൂരിലും കോൺഗ്രസ് ലീഗ് കൊടികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ കോൺഗ്രസ് പ്രവർത്തകർ ത്രിവർണ്ണ അവരുടെ പതാകയോട് സാമ്യമുള്ള തൊപ്പി ധരിച്ചുകൊണ്ടാണ് ഈ ഗാലറിയിലേക്ക് എത്തിയത്. അതേസമയം തന്നെ ഈ ലീഗ് പ്രവർത്തകൻ പച്ചക്കൊടി എടുത്ത് വീശിയ ഉടനെ തന്നെ ഈ ലീഗ് പ്രവർത്തകനെ ഇവിടെ നിന്നും തിരിച്ച് അയക്കുകയായിരുന്നു. ഈ ലീഗ് പ്രവർത്തകൻ ഗാലറിയിൽ നിന്നും കൊടിയുമായി ഇറങ്ങിപ്പോകുന്നതാണ് പിന്നീട് അവിടെ നിന്ന് കണ്ടത്. അതേസമയം തന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗവും ഈ ഇന്ത്യ മുന്നണിയുടെ ഔദ്യോഗിക നിലപാടുകളിൽ അതിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ടായിരുന്നു കണ്ണൂരിൽ പ്രസംഗം നടത്തിയത്. പൗരത്വ നിയമത്തെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാത്ത രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രിയെ എന്തുകൊണ്ടാണ് EDയും CBIയും അറസ്റ്റ് ചെയ്യാത്തത്, കേരള മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാത്തത് എന്നുള്ള ചോദ്യമാണ് ഉന്നയിച്ചത്. ഇന്ത്യ മുന്നണി ഒന്നടങ്കം ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോൾ കേരളത്തിൽ എത്തിയ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് മുഖ്യമന്ത്രിയെ ഈ EDയും CBIയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കുന്നില്ല എന്ന ചോദ്യം ഉന്നയിച്ച് ആ നിലപാടിൽ വെള്ളം ചേർത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു കേരളത്തിലെ UDFന്റെ ഐക്യത്തെ ഉൾപ്പെടെ ബാധിക്കുന്ന തരത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തകനെ ഈ പച്ചക്കൊടി വീശിയതിൻ്റെ പേരിൽ രാഹുൽ ഗാന്ധിയുടെ റാലിയിൽ നിന്നും ഇറക്കിവിട്ടത്. ആതിര, സന്തോഷം, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും കൃത്യമായി വ്യക്തമാണ് ഇത്തരത്തിൽ ലീഗ് പ്രവർത്തകൻ കൊടി കാട്ടുന്നു, കോൺഗ്രസുകാർ തിരിച്ചയക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് എത്രത്തോളം ജാള്യതയാണ് ഈ കോൺഗ്രസിനുള്ളതെന്നാണ്. കാരണം BJPയുടെ ഒരു നയത്തെ പോലും എതിർക്കാൻ തയ്യാറാകുന്നില്ല, സ്വന്തം നയങ്ങൾ അത് വ്യക്തമാക്കാൻ പോലും കോൺഗ്രസുകൾക്ക് സാധിക്കുന്നില്ല എന്നൊരു കാര്യം കൂടിയാണ്. കാരണം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് നമുക്ക് മുന്നിലുള്ളത്. അപ്പോൾ ഇത്രത്തോളം BJPയുടെ നയങ്ങളെ എതിർക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല എന്നതുകൂടിയല്ലേ ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്? തീർച്ചയായും ഈ രാഹുൽ ഗാന്ധിയുടെ റാലിയിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ BJPയെയും RSSനെയും ഈ പൗരത്വ നിയമം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി ശക്തമായി പ്രതിരോധിക്കേണ്ടതിന് പകരം എതിർക്കേണ്ടതിന് പകരം കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയെക്കുറിച്ച് മാത്രം പറഞ്ഞ് ഈ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തത്. മാത്രമല്ല, കേരള മുഖ്യമന്ത്രിയെ എന്തുകൊണ്ടാണ് EDയും CBIയും അറസ്റ്റ് ചെയ്താത്ത 2 മുഖ്യമന്ത്രിമാർ ജയിലിലാണല്ലോ, എന്തുകൊണ്ട് കേരള മുഖ്യമന്ത്രിക്കെതിരെ അത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല എന്നുള്ള ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ഈ BJPയുടെ നിലപാട് ശരിയാണ് എന്നുള്ള തരത്തിലേക്ക് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം മാറുകയാണ് ഉണ്ടായത്. അതിനോടൊപ്പം തന്നെയാണ് ഈ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ റാലിയിൽ പച്ചക്കൊടി വീശിയ ലീഗ് പ്രവർത്തകനെ അവിടെ നിന്നും തിരിച്ചയക്കുന്ന ഈ ഇറക്കിവിടുന്ന കാഴ്ച കൂടി ഉണ്ടായത്. ഇത്തരത്തിൽ സംഘപരിവാറിനെ ഭയന്നുകൊണ്ടുള്ള ഒരു നിലപാടുകളായി കോൺഗ്രസിൻ്റെ നിലപാടുകൾ മാറുന്നു എന്നുള്ളത് തന്നെയാണ് ഈ രാഹുൽ ഗാന്ധിയുടെ റാലികളിൽ നിന്നും വ്യക്തമാകുന്ന കാര്യം. സന്തോഷത്തോടൊപ്പം തന്നെ ഒരു ചരിത്രത്തിൽ ആദ്യമായിട്ടാകും ഒരു പാർട്ടി ഇത്തരത്തിൽ സ്വന്തം കൊടി കാണിക്കാൻ പോലും ധൈര്യമില്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. അപ്പോൾ ഈ ഇത്തരത്തിൽ പച്ചക്കൊടി വീശി ലീഗ് പ്രവർത്തകരെ കോൺഗ്രസുകാർ തിരിച്ചയക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ, മറ്റു നേതാക്കൾ നടക്കം?
ഇക്കാര്യത്തിലുള്ള വിശദീകരണങ്ങളൊന്നും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും ഒരു കാര്യം നേരത്തെ തന്നെ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളതാണ്. അതായത് രാഹുൽ ഗാന്ധിയുടെ പങ്കെടുക്കുന്ന റാലികളിൽ മുസ്ലിം ലീഗിന്റെ കൊടികൾ വീശാൻ പാടില്ല എന്നുള്ള തീരുമാനം നേരത്തെ തന്നെ എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന്റെയും കൊടി വേണ്ട എന്നുള്ള തീരുമാനം എടുത്തത്. നേരത്തെ കണ്ണൂരിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കാത്ത മറ്റ് നേതാക്കന്മാർ പങ്കെടുക്കുന്ന എല്ലാ തിരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിലും ലീഗിന്റെയും കോൺഗ്രസിന്റെയും കൊടി ഉണ്ടാകാറുണ്ട്. ഒരുപക്ഷെ കോൺഗ്രസിന്റെ കൊടിയേക്കാൾ കൂടുതൽ കണ്ണൂർ നഗരത്തിലെ പരിപാടികൾ ഉണ്ടാകാറുള്ളത് ലീഗിന്റെ കൊടി തന്നെയാണ്. എന്നാൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ ലീഗിന്റെ കൊടി വേണ്ട എന്നുള്ളത് തീരുമാനിക്കുകയായിരുന്നു. അത്തരത്തിൽ തീരുമാനം ലംഘിച്ചുകൊണ്ടാണ് ഒരു ലീഗ് പ്രവർത്തകൻ പച്ചക്കൊടിയുമായി ഗാലറിയിലേക്ക് എത്തുകയും ഗാലറിയിൽ ഇരുന്നു കൊണ്ട് രാഹുൽ ഗാന്ധി പ്രസംഗിക്കുമ്പോൾ ഈ പച്ചക്കൊടി വീശി കാണിക്കുകയും ചെയ്തത്. പച്ചക്കൊടി വീശിയ ഉടനെ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ എത്തി ഇയാളെ ശകാരിക്കുകയും അവിടെ നിന്ന് തിരിച്ചയക്കുകയും ഇറക്കി വിടുകയും ചെയ്യുകയായിരുന്നു. ഗാലറിയിൽ നിന്നും അദ്ദേഹം പച്ചക്കൊടി മടക്കി കയ്യിൽ പിടിച്ച് ഇറങ്ങിപ്പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കൈരളി ന്യൂസിന് ലഭിച്ചിട്ടുള്ളത്. ഇത്തരത്തിലൊരു മുസ്ലിം ലീഗിൻ്റെ അവരുടെ ഒരു നിലപാട് അല്ലെങ്കിൽ അവരുടെ ഒരു സ്വത്വത്തെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്കാണ് കോൺഗ്രസിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. സ്വന്തം കൊടി പോലും UDFിൻ്റെ പരിപാടിയിൽ വീശാൻ കഴിയാത്ത, രാഹുൽ ഗാന്ധിയുടെ പരിപാടിയിൽ വീശാൻ അവകാശമില്ലാത്ത തരത്തിലേക്കാണ് ലീഗ് അപമാനിക്കപ്പെടുന്നത്. സന്തോഷ്, അതോടൊപ്പം തന്നെ ഈ ദൃശ്യങ്ങളടക്കം പുറത്തു വരുമ്പോൾ ഉയരുന്ന മറ്റൊരു ചോദ്യമുണ്ട്. കാരണം സ്വന്തം കൊടി പോലും കാണിക്കാൻ ധൈര്യമില്ലാത്ത കോൺഗ്രസും മുസ്ലിം ലീഗും എങ്ങനെ BJPയുടെ ഈ ഫാസിസ്റ്റ് നയങ്ങളെ നേരിടും എന്നൊരു വലിയ ചോദ്യം കൂടിയല്ലേ ഈ ഒരു സന്ദർഭം നമുക്ക് മുന്നിലേക്ക് വെക്കുന്നത്? തീർച്ചയായും. അതായത് ഈ BJPയുടെ നിലപാടുകളെ രാഹുൽ ഗാന്ധി കേരളത്തിലെത്തുമ്പോൾ കണ്ണൂരിൽ ഉൾപ്പെടെ പ്രസംഗിക്കാൻ എത്തുമ്പോൾ BJPയുടെ നിലപാടുകളെ വർഗീയ നിലപാടുകളെ അതിശക്തമായ ഭാഷയിൽ വിമർശിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ഇവിടെയുള്ള മതേതര സമൂഹത്തിനുണ്ട്. കാരണം ഈ പറയുന്ന രാമക്ഷേത്രത്തിൻ്റെ പേരിലായാലും അതല്ലെങ്കിൽ പിന്നീട് പൗരത്വ നിയമത്തിൻ്റെ പേരിലായാലും രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന ഈ നിലപാട് തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഇന്ന് ഉൾപ്പെടെ തെലങ്കാനയിൽ ക്രിസ്ത്യൻ പള്ളികൾക്ക് നേരെ ഉണ്ടായ ആക്രമണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മുന്നിൽ നിൽക്കുമ്പോഴും ഇത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും പരാമർശിക്കാതെ രാഹുൽ ഗാന്ധി ഏറ്റവും പ്രധാനമായും ഈ പറയുന്ന കോൺഗ്രസിന്റെ പ്രകടന പത്രികയെക്കുറിച്ച് മാത്രം പരാമർശിച്ചുകൊണ്ടുള്ള പ്രസംഗം, അതോടൊപ്പം തന്നെ ഈ പറയുന്ന രീതിയിൽ ഇന്ത്യ മുന്നണിയുടെ നിലപാടിൽ വെള്ളം ചേർത്തുകൊണ്ടുള്ള പ്രസംഗം, കേന്ദ്ര ഏജൻസികൾ എന്താണ് കേരളത്തിലെ മുഖ്യമന്ത്രിയെ ജയിലിലടക്കാത്തത് എന്നുള്ള ചോദ്യം ഉന്നയിച്ചുകൊണ്ടുള്ള പ്രസംഗം നടത്തുകയാണ് ചെയ്തത്. അതിനൊപ്പം തന്നെയാണ് ഈ പറയുന്ന രീതിയിൽ മുസ്ലിം ലീഗിൻ്റെ കൊടിക്ക് വിലക്കേർപ്പെടുത്തിയത്. മുസ്ലിം ലീഗിൻ്റെ കൊടിയുമായി എത്തിയ പ്രവർത്തകനെ ഈ കൊടി വീശിയതിൻ്റെ പേരിൽ ഗാലറിയിൽ നിന്നും ഇറക്കി വിടുന്ന സംഭവമുണ്ടായത്. തീർച്ചയായും എന്ത് തരത്തിലുള്ള പോരാട്ടമാണ് ഈ പറയുന്ന സംഘപരിവാറിനെതിരെ കോൺഗ്രസ് നടത്താൻ പോകുന്നത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായി കേരള പൊതുസമൂഹം ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇത്തരത്തിലുള്ള കോൺഗ്രസിൻ്റെ നിലപാടുകൾ മാറുന്നത്.